ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ നവാസുദ്ദീൻ സിദ്ദിഖിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു റിജക്റ്റഡ് പീസാണ് എന്നുള്ളതാണ്. 12 വർഷങ്ങളായി ഫിലിം ഇൻഡസ്ട്രി താങ്കൾക്ക് ശരിയായ റോളൊന്നും തന്നില്ല. ഈ ചെറിയ 2 minutes 40 second റോളൊക്കെയാണ് കിട്ടിയത്. അതെ. ഈ റിജക്റ്റഡ് പീസ് എങ്ങനെയാണ് സ്വീകാര്യനായത്? ആക്ച്വലി തുടക്കത്തിൽ ഞാൻ ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും റിജക്റ്റ് ആയി. അതായത് ഇൻഡസ്ട്രിയിൽ റോളിന് വേണ്ടി മാത്രമല്ല, എല്ലാത്തിനും തന്നെ. അതായത് ഞാൻ ഒരുപാട് പെണ്ണുങ്ങളുമായി ഫ്രണ്ട്ഷിപ്പ് ആകാൻ ആഗ്രഹിച്ചു. അവിടെയാണ് ഞാൻ ആദ്യമായി റിജക്റ്റ് ആയതെന്ന് പറയാം. ആക്ച്വലി അവിടെ നിന്നാണ് റിജക്ഷൻസ് തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ഡിസൈഡ് ചെയ്തു ഈ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഒരിക്കലും ശരിയാവില്ലെന്ന്. ഞാൻ പല സ്ഥലത്തു നിന്നും റിജക്റ്റ് ആയി. ഫിലിമിലും ട്രൈ ചെയ്തു, അവിടെ നിന്നും റിജക്റ്റ് ആയി. സോ അപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഞാനൊരു റിജക്റ്റഡ് പീസാണെന്ന്. സോ ഇപ്പോൾ ഡിപ്രഷൻ, ഇതുവരെയുള്ള സമയത്ത് മനപ്രയാസം ഒരിക്കലും എനിക്ക് വന്നിട്ടില്ല, ഇനിയും വരില്ല. നമുക്ക് കിട്ടിയ ജീവിതത്തിൽ സന്തോഷം നമ്മൾ പൂർണ്ണമായും അന്വേഷിക്കണം. ചെറിയ റോൾസ് കിട്ടിക്കൊണ്ടിരുന്നു, ഫ്രണ്ട്സിനൊപ്പമായിരുന്നു. അതൊരു നല്ല ലൈഫാണ്. ഞാൻ സന്തോഷവാനാണ്. ഷൂളിൽ വെയിറ്ററിന്റെ ജോലി, ആ റോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വെയിറ്ററിന്റെ ജോലി അടി വാങ്ങിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം റോളെന്ന് പറഞ്ഞാൽ റോളാണ്. അത് ചെറുതോ വലുതോ, അത് എത്രമാത്രം നമ്മൾ ഓണസ്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ചെറുതോ വലുതോ അതെപ്പോഴും മനസ്സിലുണ്ടാവും. അത് 1 second റോളാണെങ്കിലും ശരി, 1 minute റോളാണെങ്കിലും ശരി. ഐ തിങ്ക് അതാണ് കാരണമെന്ന് വിചാരിക്കുന്നു. സർഫ്രോസ് പടം കണ്ടതിന് ശേഷമാണ് എനിക്ക് ബ്ലാക്ക് ഫ്രൈഡേ പടത്തിൽ കിട്ടിയത്. 3 സീൻസുള്ള റോൾ കിട്ടി. പിന്നെ 6 വർഷം കഴിഞ്ഞു. 6 വർഷത്തിന് ശേഷം 4 സീൻസ് കിട്ടി. ഇങ്ങനെയാണ് സംഭവിച്ചത്. തുടക്കത്തിൽ ഞാൻ ചെറിയ റോൾസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ജനങ്ങളാണ് റോൾ. അതെ, സുനിൽ ദത്ത് സാറിനോടൊപ്പം ഒരു റോൾ ചെയ്യാൻ സന്ദർഭം ലഭിച്ചു, ചെറിയ റോൾ ആണെങ്കിൽ കൂടി. അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, പയ്യൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അവന് കൊക്കക്കോല കൊടുവന്ന്. സോ ഞാൻ കൊക്കക്കോള കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം സുനിൽ ദത്ത് സാർ തന്നതല്ലേ, അതുകൊണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാണ്. അദ്ദേഹം സെറ്റിലുള്ളപ്പോൾ തന്നെ നല്ലൊരു മൂഡ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യും. അത് എല്ലാവർക്കും ഇഷ്ടമാണ്. ചെറിയ റോളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള ലക്ഷ്യം വല്ലതും ഇല്ല, തീർച്ചയായും ഇല്ല. എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് വന്നതല്ല പടത്തിൽ വലിയ സ്റ്റാർ ആകണമെന്നൊക്കെ, ഒരു ഹീറോ ആവണമെന്ന്. തുടക്കത്തിൽ എനിക്ക് തോന്നിയത് എൻ്റെ ഈ ഫേസിൻ്റെ കാര്യത്തെക്കുറിച്ച് ആദ്യമേ തന്നെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. പിന്നെ ഞാനൊരു ഓഫീസിൽ ജോലി അന്വേഷിച്ച് പോയാൽ അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നോട് ചോദിക്കും, ആരാ നിങ്ങളെന്ന് ചോദിക്കും. ഒരു ആക്ടറാണെന്ന് പറയും. അയാള് മേലെ നിന്നും താഴെ വരെ നോക്കിയിട്ട് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറയും. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് ചെറിയ റോൾസ് ചെയ്യാൻ പറ്റൂ, വലിയ റോൾസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. താങ്കളെ പറ്റി ഒരു മാഗസീനിൽ എഴുതിയിരുന്നത് ഞാൻ ഇവിടെ വായിക്കാം. അമിതാഭ് ബച്ചൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ചില സമയത്ത് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ ലെറ്ററും അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു. ഷാറുഖ് ഖാൻ വന്നു സെയിന്റ് കൊളംബസിൽ നിന്നും, അദ്ദേഹം ഫിറ്റായിരുന്നു, ചാം ആയിരുന്നു. കങ്കണ വന്നിരുന്നു അവരുടെ സൗന്ദര്യം വെച്ചുകൊണ്ട്. താങ്കളുടെ പക്കൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. എന്റെ അടുത്ത് എന്തുണ്ടായിരുന്നു ഇപ്പൊ ആലോചിക്കും. അതെ, എന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നെന്ന്. പക്ഷെ താങ്കൾ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ കറുത്ത നിറമുള്ളവനാണ്, കാണാൻ അത്ര സൗന്ദര്യമൊന്നുമില്ല. അതുകൊണ്ടാണോ ഈ ഗുണ്ടയുടെ റോളൊക്കെ താങ്കൾക്ക് നൽകിയത്? ഒരുപക്ഷെ അതും ഒരു റീസൺ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഫേസ് കണ്ടിട്ട് ഈ ബോളിവുഡ് ഹീറോസൊക്കെ എങ്ങനെ ഉണ്ടാവും? 6 അടി ഉയരം, വെളുത്ത മുഖം. പക്ഷെ എനിക്ക് ഹീറോ ആകാൻ കഴിഞ്ഞില്ല എന്ന് വിഷമമുണ്ടായിരുന്നു. താങ്ക് ഗോഡ്. പക്ഷെ ഇപ്പോൾ എല്ലാം ഹീറോ പടങ്ങളാണ് ഞാൻ സൈൻ ചെയ്യുന്നത്. താങ്ക് ഗോഡ്. താങ്കൾ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിച്ച ഗാങ് ഓഫ് വസിപ്പൂർ സിനിമയില് എങ്ങനെയുള്ള ഹീറോ ആയിരുന്നു? ചെരുപ്പ് ധരിച്ചുകൊണ്ട്, കൈലി എടുത്തുകൊണ്ട്, എപ്പോഴും ചീത്ത വിളിക്കുന്ന, ഷൂട്ട് ചെയ്യുന്ന ഒരു ഹീറോ. അങ്ങനെ തന്നെ ആയിരുന്നു. ഐ തിങ്ക് തുടക്കത്തിൽ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ആദ്യം ലുങ്കിയിൽ നിന്നും തുടങ്ങി. ലൈക്ക് ആ വർഷം തന്നെ വേറെ നല്ല പടങ്ങളും കിട്ടി. അതായത് ടാക്സിഡോ, പാന്റ് ഷർട്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അതൊരു നല്ല കഥയായിരിക്കുമെന്നാണ് തോന്നിയത്. കാരണം അവർ ഫസ്റ്റ് ടൈമാണ് എന്നെ നല്ല കോസ്റ്റ്യൂമിൽ കണ്ടത്. പിന്നെ എൻ്റെ മോൻ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഹീറോ ധാരാളം ജോലി ചെയ്യണം. പക്ഷെ ഞാൻ കേട്ടത്
ചിലപ്പോൾ ഹീറോയിനെ കിസ് ചെയ്യേണ്ട വല്ല സീൻ വരികയാണെങ്കിൽ അത് താങ്കൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ്. കാരണം അങ്ങനെയുള്ള അവസരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. സോ ആക്ച്വലി ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആകും, പക്ഷേ സീൻ ചെയ്യുമ്പോൾ അത് വളരെ നന്നായി വരും. സോഫ്റ്റ് ആയിരുന്നു അങ്ങനെ. ഇത് സത്യമാണോ? ആദ്യമായിട്ട് ഇങ്ങനെയുള്ള സീൻ ചെയ്യുന്ന സമയത്ത് ഹീറോയിൻ താങ്കളോട് ചേട്ടാ നവാസ് ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ താങ്കൾ ഡയറക്ടറിനോട് പോയി കംപ്ലൈന്റ് ചെയ്തെന്നാണ് കേട്ടത്, സത്യമാണോ? അതെ, ഗാങ്സ് ഓഫ് വാസിപ്പൂരിൽ അതാ സംഭവിച്ചത്. ഹുമ ഖുറേഷി ആയിരുന്നു ഹീറോയിൻ. ഞങ്ങളൊരു റൊമാൻറ്റിക് സീൻ ചെയ്തു. അപ്പോൾ അവരെന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, നവാസ് ചേട്ടാ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇതാ ഇങ്ങനെ. അപ്പൊ ഞാൻ അനുരാഗിനോട് പറഞ്ഞു, അനുരാഗ് കശ്യപിനോട്, എന്താ ഇവള് ചേട്ടാന്ന് വിളിക്കുന്നത്, ഞാൻ എങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് അഭിനയിക്കുന്നത്? പിന്നെ ഹീറോ ആണെങ്കിൽ ഡാൻസും കളിക്കണം. ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ പേടിയാണെന്നാണ്. അതെ, ഡാൻസ് എനിക്ക് അത്ര നന്നായി വരില്ല. ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാ. കാരണം തുടക്കം മുതൽ ഞാൻ അത്രയൊന്നും ഡാൻസ് കളിച്ചിട്ടില്ല. അതുകൊണ്ട് ഡാൻസിന്റെ കാര്യത്തിൽ മെന്റൽ ബ്ലോക്കേജ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെങ്ങനെയാ ഹീറോ ആകുന്നത്? ഇപ്പോഴൊക്കെ താങ്ക് ഗോഡ്, ഇപ്പൊക്കെ പടങ്ങൾ മാറുന്നു, കഥകളും മാറുന്നു. ഡാൻസ് പടങ്ങൾ അധികം ഓടുന്നില്ല, കണ്ടന്റ് ഉള്ള പടങ്ങളാണ് ഓടുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. സോ ഇപ്പോൾ താങ്കൾക്ക് നന്നായിട്ട് പോകുന്നുണ്ട്, വലിയൊരു ആർട്ടിസ്റ്റ് ആയിരിക്കുകയാണ്, നല്ല പോപ്പുലാരിറ്റിയും കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ആ കാറ്റാടി പെണ്ണ് എന്തായി? ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഒരിക്കൽ ഫോൺ ചെയ്ത് പറഞ്ഞു, ഒന്ന് അന്വേഷിച്ചിട്ട് വാടാന്ന്. ആ പെണ്ണ് എവിടെയാണുള്ളത്, എൻ്റെ പടങ്ങളൊക്കെ ഒന്ന് കാണാൻ പറയൂ, ടി വിയിൽ പ്രോഗ്രാം വരും, അതൊക്കെ ഒന്ന് കാണാൻ പറ. അപ്പോ അവൻ പറഞ്ഞു അവളുടെ കല്യാണം കഴിഞ്ഞെന്ന്. നല്ല 6 അടി പൊക്കമുള്ള മനുഷ്യൻ, അവളുടെ ഭർത്താവിന് ഇത്ര നീണ്ട താടിയുണ്ട്, നല്ല ബോഡി ബിൽഡർ ആണെന്ന്. അവള് TV സീരിയൽസ് ഒന്നും കാണാൻ സമ്മതിക്കില്ല, പിന്നെ നിന്റെ പടം എങ്ങനെയാ കാണാന്ന്. ഇപ്പോ അവൾക്കൊരു 6-7 കുട്ടികളുണ്ടത്രേ. ഒരുപക്ഷെ അവരിന്ന് ആപ്കെ അദാലത്തിന്റെ ഈ ഷോ കാണുകയാണെങ്കിൽ താങ്കൾ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തായി പറയുക? എന്ത് മെസ്സേജാ കൊടുക്ക? ഞാൻ ആക്ച്വലി താങ്ക്സ് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവർ കാരണമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്, ആക്ടിംഗ് ഫീൽഡിലേക്ക്. നന്ദി. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദിക്കൂ. ഒരുപക്ഷെ സക്സസിനെ പറ്റി പറയണമെങ്കിൽ രജത് സാറുണ്ട്, നരേന്ദ്രമോദിയുണ്ട്, മഹേന്ദ്ര സിംഗ് ധോണിയുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ ആഡ് ചെയ്യാൻ പോകുന്നത് നവാസുദ്ദീൻ സിദ്ദിഖിയുടെ പേര് കൂടിയാണ്. സാർ, നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്? ഇപ്പോഴൊക്കെ 2 മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവർ ജോലി തന്നെ ഉപേക്ഷിക്കും. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് സാർ 12 വർഷം ക്ഷമയോടെ ഇരുന്നത്? ഇതിനുവേണ്ടി ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് വർഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. സോ എൻ്റെ അടുത്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതേ ചെയ്തേ പറ്റൂ. അല്ല നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാം. ആ സമയത്ത് എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ഡൈവേർട്ട് ആയി പോയേനെ. കാരണം ഞാൻ വേറൊരു ഓപ്ഷനും കൊടുത്തിട്ടില്ലായിരുന്നു. ആക്ടിംഗ് ആണെങ്കിൽ ആക്ടിംഗ് തന്നെ ചെയ്യണം. അതിപ്പോ 25 വർഷങ്ങളായാലും ശരി, 50 വർഷമായാലും ശരി. താങ്കൾ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അതായത് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകണം, വീണ്ടും കൃഷി ചെയ്യേണ്ടി വരുമെന്ന്? അങ്ങനെ ഒരുപാട് തവണ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. സർവൈവൽ പോലും വളരെ കഷ്ടമായിരുന്നു. ഞാൻ വീണ്ടും ഗ്രാമത്തിലേക്ക് പോയാൽ ജനങ്ങൾ എന്നോട് അങ്ങനെ തന്നെ സംസാരിക്കുമായിരുന്നുള്ളൂ. നീ നിന്റെ മുഖം കണ്ണാടിയിൽ നോക്ക്, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് പറയും. അത് ആലോചിക്കുമ്പോൾ എനിക്ക് നാണക്കേടായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയില്ല. പലരും എന്നോട് ഡിമാൻഡ് ചെയ്തിരുന്നു, അതായത് താങ്കളുടെ ആദ്യ സിനിമ ഹിറ്റായിരുന്നു ഗാങ് ഓഫ് വസിപ്പൂർ. ആ സിനിമയിലെ ഒരു ഡയലോഗ് ഇവിടെ പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിലൊരു ഫേമസ് ആയ ഡയലോഗ് ഉണ്ടായിരുന്നു, बाप का, दादा का, भाई का, सबका बदला लेकर तेरा। പിന്നെ അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കഞ്ചാവ് വലിക്കായിരുന്നു. ഞാൻ അവനെ നോക്കുമ്പോൾ അവൻ അങ്ങനെ എന്നെ നോക്കും. പിന്നെ എന്നോട് ചോദിക്കും, നീ എന്താ നോക്കുന്നതെന്ന്. हम तो सोचे थे संजीव कुमार के घर में बच्चन पैदा हुए हैं, लेकिन जब आंखें खुली तो देखा साला हम तो शशि कपूर है, बच्चन तो कोई और है। അപ്പോൾ അവനെ അങ്ങനെ കട്ട് ചെയ്യും. എന്ത് ചെയ്യാൻ, അത് പടവല്ല. നവാസ്, താങ്കൾ ധാരാളം വിജയങ്ങൾ നേടിയിരിക്കുകയാണ്. ഇനിയും ധാരാളം വിജയങ്ങൾ നേടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.